ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ 168ാമത് ജന്മദിനമാണ് ആഗസ്റ്റ് 20. അദ്ദേഹ ദിനാഘോഷം. അദ്ദേഹം ഏകമതത്തിൽ വിശ്വസിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജാതി നിർണയം എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഏകമതത്തിൽ വിശ്വസിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ വളരെ ശ്രദ്ധേയമാണ്. ഗുരുവല്ലോ പരദൈവം നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി. ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിൽ നമ്മള് അദ്ദേഹത്തിന്റെ ജയന്തി ആഘോഷിക്കും. ജയന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത്ഡേ അല്ലേ? അപ്പോ ഈ ജന്മദിനം ലോകമെമ്പാടും വെറുമൊരു ആധ്യാത്മിക, വെറുമൊരു നവോത്ഥാനമായൊന്നും ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്. എവിടെയാണോ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത്, കുറവ് സംഭവിക്കുന്നത്, ക്ഷീണം സംഭവിക്കുന്നത്, അവിടെ അപ്പോൾ അതിന്റെ രക്ഷയ്ക്കായി ഞാൻ ജനിക്കും എന്നാണ് ആര് പറയുക? ആര് പറയുന്നത്? ശ്രീകൃഷ്ണൻ പറയുന്നത് അല്ലേ? അത് അതുപോലെ ഓരോരോ കാലങ്ങളിൽ ശ്രീകൃഷ്ണന് ശേഷം ഒരു മഹാത്മാവ് ജനിച്ചത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അതേ കാലയളവിൽ ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ഒന്ന് സമകാലീന കാലത്തിൽ വളർന്നവരാണ്. അപ്പോൾ അവിടെ അവർ പരസ്പരം സംസാരിച്ച് നാടിന്റെ നന്മയ്ക്കും നാട്ടുകാരുടെ നന്മയ്ക്കും വേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. താഴേക്കിടയിൽ അക്ഷീണിതമായ വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചയാളാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മളുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങളെ ഇല്ലാതാക്കി ഒരുമയുള്ള നാട്ടുകാരാക്കി മാറ്റിയ മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു.